പരിക്ക് ബ്രസീലിനെ പിടിമുറുക്കുകയാണ്. മികച്ച താരങ്ങൾ എന്ന് ബ്രസീൽ തന്നെ വിശ്വസിച്ചിരുന്നവർ പരിക്ക് കാരണം മാറി നിൽക്കേണ്ടി വരുമോ എന്ന ആശങ്ക ബ്രസീലിയൻ ക്യാമ്പിൽ വലിയ പരിഭ്രാന്തി തന്നെയാണ്. ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്ത് ബ്രസീൽ തിരിച്ചെത്തുമ്പോൾ ആവേശകരമായ മത്സരത്തിന്റെ 3 ഗോളും ആദ്യ പകുതിയിലാണ് ബ്രസീൽ നേടിയത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആദ്യ മത്സരത്തിൽ കരുത്തരായ മൊറോക്കയോട് 1-1 സമനില പങ്കിടേണ്ടി വന്ന ബ്രസീലിന് ഹെയ്ത്തിക്കെതിരായ തകർപ്പൻ ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ തലപ്പത്തേക്ക് എത്താൻ സാധിച്ചു. എന്നാൽ ഹെയ്ത്തിക്കെതിരായ വമ്പൻ ജയത്തിന് പിന്നാലെയും ബ്രസീലിന് ആശങ്കയായി പരിക്ക് മാറുകയാണ്. സൂപ്പർ താരം റാഫീഞ്ഞയ്ക്കാണ് മത്സരത്തിനിടെ പരിക്കേറ്റത്. ആദ്യ മത്സരത്തിൽ അല്പം നിരാശപ്പെടുത്തിയ റാഫീഞ്ഞ രണ്ടാം മത്സരത്തിൽ കിടിലൻ പ്രകടനമാണ് പുറത്തെടുത്തത്. എന്നാൽ ഹെയ്ത്തിക്കെതിരായ മത്സരത്തിന്റെ 40-ാം മിനിറ്റിൽ റാഫീഞ്ഞയ്ക്ക് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു. കാൽ മസിലിനേറ്റ പരിക്കിനെ തുടർന്നാണ് റാഫീഞ്ഞ കളം വിട്ടത്. റാഫീഞ്ഞയെ പിൻവലിച്ച് റയാന് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി അവസരം നൽകുകയും ചെയ്തു. റാഫീഞ്ഞയുടെ പരിക്ക് ബ്രസീലിന് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. നെയ്മർക്ക് പിന്നാലെ റാഫീഞ്ഞയ്ക്കും കളിക്കാൻ സാധിക്കാതെ പോയാൽ അത് ബ്രസീലിന് തിരിച്ചടിയാകുമെന്നുറപ്പ്. റാഫീഞ്ഞ ആദ്യ പകുതിയിൽ പിൻവലിക്കപ്പെട്ടതിനു ശേഷം ടീമിന്റെ പ്രകടനം പിന്നോട്ടു പോകുന്നതും കാണാനായി. ആദ്യ പകുതിയിൽ മികച്ച അവസരങ്ങൾ അടക്കം സൃഷ്ടിച്ച് റാഫീഞ്ഞ കരുത്തുകാട്ടി. എന്നാൽ റാഫീഞ്ഞയുടെ അഭാവത്തിൽ ബ്രസീൽ അല്പം ദുർബലമായെന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിൽ റാഫീഞ്ഞയുടെ പരിക്ക് ബ്രസീലിന് വലിയ ആശങ്കയാണ്. റാഫീഞ്ഞ പുറത്തുപോയപ്പോൾ കമന്റേറ്ററായ ലാന്റൻ ടെനോവൻ വിലയിരുത്തിയത് 7 മുതൽ 10 ദിവസം വരെയുള്ള വിശ്രമമെങ്കിലും റാഫീഞ്ഞയ്ക്ക് വേണ്ടിവരുമെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 3-ാം മത്സരത്തിൽ റാഫീഞ്ഞയ്ക്ക് കളിക്കാൻ സാധിച്ചേക്കില്ല. ഇത് ബ്രസീലിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണെന്ന് നിസ്സംശയം പറയാം. കാരണം നെയ്മർ എന്ന് കളിക്കുമെന്ന കാര്യത്തിൽ ബ്രസീലിന് വ്യക്തതയില്ല. നെയ്മർ പരിശീലനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കളിക്കാൻ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തിയിട്ടില്ലെന്ന നിലപാടിലാണ് ആഞ്ചലോട്ടി. അതുകൊണ്ട് തന്നെ നെയ്മറിനൊപ്പം റാഫീഞ്ഞയ്ക്ക് കൂടി പുറത്തിരിക്കേണ്ടി വന്നാൽ ബ്രസീൽ പ്രയാസപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. റാഫീഞ്ഞയ്ക്ക് 3-ാം മത്സരം നഷ്ടമായാൽ പകരം എൻട്രിക്കിനെ സ്റ്റാർട്ടിംഗ് 11-ലേക്ക് കൊണ്ടുവരാൻ ബ്രസീൽ പരിശീലകൻ നിർബന്ധിതനായേക്കും. നിലവിലെ സാഹചര്യത്തിൽ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് തന്നെ പറയാം. ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞുള്ള സൂപ്പർ പോരാട്ടം വരുമ്പോൾ ബ്രസീലിന് ഏറ്റവും മികച്ച താരനിരയെ തന്നെ കളത്തിലിറക്കേണ്ടതായുണ്ട്. എന്നാൽ സൂപ്പർ താരങ്ങൾക്ക് പരിക്കേൽക്കുമ്പോൾ ബ്രസീലിന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന് നിസ്സംശയം പറയാം. നെയ്മറുടെ തിരിച്ചുവരവിനായാണ് ബ്രസീൽ കാത്തിരിക്കുന്നത്. പക്ഷേ 3-ാം മത്സരവും നെയ്മർക്ക് നഷ്ടമാവാനാണ് സാധ്യത. ബ്രസീൽ ഹെയ്ത്തിയെ തോൽപ്പിച്ചെങ്കിലും ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് എത്താൻ ഇപ്പോഴും ബ്രസീലിന് സാധിച്ചിട്ടില്ല. ഇതിനിടെ പരിക്കും ബാധിച്ചാൽ ബ്രസീലിന്റെ കിരീടമോഹങ്ങൾക്കത് കടുത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പു തന്നെ. എന്തായാലും റാഫീഞ്ഞയുടെ പരിക്ക് ഗുരുതരമല്ലെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലോകകപ്പിൽ ബ്രസീലിന് തിരിച്ചടികൾ തീരുന്നില്ല. നെയ്മർ തിരിച്ചെത്തുമ്പോൾ റാഫീഞ്ഞ പുറത്തേക്ക്. ഹെയ്ത്തിക്കെതിരെ നടന്ന മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിലാണ് വൈദ്യസഹായം തേടിയ ശേഷം റാഫീഞ്ഞ കളം വിട്ടത്. തുടയിലെ പേശികൾക്ക് നല്ല പരിക്കുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചികിത്സ തേടുന്ന താരത്തിന് അടുത്ത മത്സരത്തിൽ കളിക്കാനാകില്ല. പരിശോധനയിൽ പരിക്കുണ്ടെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത്ര സാരമുള്ളതല്ലെന്ന് വ്യക്തം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കളിക്കളത്തിൽ തിരിച്ചെത്താൻ റാഫീഞ്ഞ തീവ്രമായ ചികിത്സാ രീതികൾക്ക് വിധേയനാകുമെന്ന് ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ അറിയിച്ചു. ലോകകപ്പിൽ തുടർന്നുള്ള ഘട്ടങ്ങളിൽ റാഫീഞ്ഞയ്ക്ക് തിരിച്ചെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എപ്പോൾ തിരിച്ചെത്തും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇത് 4-ാം തവണയാണ് റാഫീഞ്ഞയ്ക്ക് തുടയിലെ പേശികൾക്ക് പരിക്കേൽക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി 23 മത്സരങ്ങൾ താരത്തിന് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ മാർച്ചിൽ ഫ്രാൻസിനെതിരെ നടന്ന സൗഹൃദ മത്സരത്തിനിടെയായിരുന്നു ഇതിനു മുൻപ് താരത്തിന് പരിക്കേറ്റത്. അന്ന് 1 മാസത്തിലധികം അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. ഹെയ്ത്തിക്കെതിരായ മത്സരത്തിൽ റാഫീഞ്ഞയ്ക്ക് പകരക്കാരനായി ഇറങ്ങിയത് വിങ്ങർ റയാനായിരുന്നു. ബുധനാഴ്ച മയാമി ഗാർഡൻസിൽ സ്കോട്ട്ലാൻഡിനെതിരെയാണ് ബ്രസീലിന്റെ അടുത്ത ഗ്രൂപ്പ് ഘട്ട പോരാട്ടം.